നമുക്ക് ഇന്നത്തെ ബൈബിൾ പഠനം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചാരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, തിരുവചന പഠനത്തിനായി ഞങ്ങൾ ഓരോരുത്തരെയും കൂട്ടിവരുത്തിയ അവിടുത്തെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി കരേറ്റുന്നു. കർത്താവേ, വചനം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങയിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അതെടുക്കുവാൻ തക്കവണ്ണം ആത്മാവിന്റെ കൃപ ഞങ്ങൾ എല്ലാവരിലും വ്യാപരിക്കുകയും കേൾക്കുന്നവരിൽ വിശ്വാസയോഗ്യമാക്കി മാറ്റി തീർക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകലതും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബൈബിൾ പഠനത്തിലെ ഈ ക്ലാസ്സിൽ ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ചുള്ള പഠനം തുടരുകയാണ്. ആരംഭത്തിലെ ഒരു കാര്യം പറയട്ടെ. നമ്മള് ഈ പഠനം നടത്തുന്നത് ഒരു ഇൻഫർമേഷന് വേണ്ടി അല്ല, മറിച്ചൊരു ട്രാൻസ്ഫർമേഷന് വേണ്ടിയാ, ഒരു മാനസാന്തരത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ബൈബിൾ പഠനം നടത്തുന്നത്. അറിവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അല്ല, മറിച്ച് ഒരു മാനസാന്തരത്തിന് വേണ്ടിയാണ്. ഇൻഫർമേഷന് വേണ്ടി അല്ല, ട്രാൻസ്ഫർമേഷന് വേണ്ടിയല്ല, ആണ് ഒരു മാനസാന്തരം. വേദപുസ്തകം പറയുന്നു, അറിവ് ചീർപ്പിക്കുന്നു, അറിവ് ചീർപ്പിക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കുന്നത് ഒരു മാനസാന്തരത്തിന് വേണ്ടിയാണ്. അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്നു എന്നാ പറയുന്നത്. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിലാണ്. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിലാണ്. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം പഠനം നമ്മളിലും ഒരു മാനസാന്തരം ഉണ്ടാക്കണം. അതാണ് പറഞ്ഞത്. ഇത് വെറും ഒരു ഇൻഫർമേഷന് വേണ്ടിയല്ല, ഒരു ട്രാൻസ്ഫർമേഷന് വേണ്ടി, ഒരു മാനസാന്തരത്തിന് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മളിലും ഒരു മാനസാന്തരം ഉണ്ടാവണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ആദ്യമേ അപേക്ഷിക്കുകയാണ്. ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകം അല്ലെങ്കിൽ നിയമാവർത്തന പുസ്തകം, 66 പുസ്തകങ്ങളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, അതിന്റെ എഴുത്തുകാരൻ മോശയാണ്. മനസ്സിലാക്കിയല്ലോ, മോശയാണ് ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതിയത്. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ. അതിൽ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകം ആണ് ഉൽപ്പത്തി പുസ്തകം. ഇംഗ്ലീഷിൽ ജെനിസിസ് എന്നാ പറയുന്നത്. ഇംഗ്ലീഷിൽ ജെനിസിസ് എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം ഒറിജിൻ, സോഴ്സ്, ബർത്ത് എന്നാണ്.
origin of everything, birth of everything, source of everything, എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി, എല്ലാം തുടക്കം കുറിച്ചത് എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതും നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതുമായ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഉണ്ടായി, എങ്ങനെ ആരംഭിച്ചു എന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതും നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതുമായ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഉണ്ടായി, എങ്ങനെ ആരംഭിച്ചു എന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായം 1-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് ആദിയിൽ ദൈവം, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്. ആദിയിൽ ദൈവം. അപ്പോൾ തുടങ്ങിയതെല്ലാം എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. ഇപ്പൊ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതും നമ്മൾ ചിന്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും തുടങ്ങിയത് ദൈവത്തിൽ നിന്നാണ്. അതാണ് ആദിയിൽ ദൈവം, ഇൻ ദ ബിഗിനിങ് ഗോഡ്. സൃഷ്ടികർത്താവ് ആണ് ഇതെല്ലാം തുടങ്ങിയത്. അപ്പോൾ വേദപുസ്തകത്തിൽ ഒരാളുടെ ഉൽപ്പത്തിയെ കുറിച്ചൊഴിച്ച് ബാക്കി എല്ലാത്തിന്റെയും ഉൽപ്പത്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരാളുടെ ഉൽപ്പത്തിയെ കുറിച്ച് മാത്രം പറയുന്നില്ല. ആരുടെയാണ്? ദൈവത്തിന്റെ ഉൽപ്പത്തി. ദൈവത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചൊഴിച്ച് ബാക്കി എല്ലാത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുന്നതാണ് ഉൽപ്പത്തി പുസ്തകം. ദൈവത്തിന് ഉൽപ്പത്തി ഇല്ലാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയാത്തത്. അത് ഓർത്തിരിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാത്തിന്റെയും ഉൽപ്പത്തിയെ കുറിച്ച്, എല്ലാത്തിന്റെയും തുടക്കത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ ഒഴിച്ച് ദൈവത്തിന് ഉൽപ്പത്തി ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് മാത്രം അതിൽ പറയുന്നില്ല. ഈ പുസ്തകം വായിക്കേണ്ടതും പഠിക്കേണ്ടതും അത്യാവശ്യമാണ്. എന്നാൽ വേദപുസ്തകത്തിൽ ഈ പുസ്തകം വായിക്കുവാനും പഠിക്കുവാനും അനേകർ തയ്യാറാവുന്നില്ല. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ അകത്തെ ചില കഥാപാത്രങ്ങളുടെ ചില കഥകൾ മാത്രം വായിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം അത് മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുക. വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകം പലർക്കും വായിക്കാൻ മടിയാ. അവരത് പഠിക്കണമെന്ന് ആഗ്രഹമില്ല. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് ചില കഥകളൊക്കെ വായിക്കുമായിരിക്കും, ചില സംഭവങ്ങൾ ഒക്കെ വായിക്കുമായിരിക്കും. അല്ലാതെ ഗൗരവമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു പഠനം നടത്തുവാൻ തയ്യാറല്ല. അതുപോലെ തന്നെയാണ് വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചും പലർക്കും വെളിപ്പാട് പുസ്തകം വായിക്കുവാൻ തയ്യാറാവുന്നില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകം തുടങ്ങിയിരിക്കുന്നത് ഈ പുസ്തകം വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും പ്രമാണിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് പോലും വെളിപ്പാട് പുസ്തകം പലരും വായിക്കാൻ തയ്യാറല്ല. പലർക്കും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത്.
ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാതിരിക്കുന്നതിനുള്ള ഒരു എതിർ ഫോഴ്സ് ഇവിടെ ഉണ്ട്. ആ എതിർ ഫോഴ്സിനെയാണ് പറയുന്നത് പിശാച്. അപ്പൊ നമുക്ക് വേദപുസ്തകം വായിക്കുവാനും പഠിക്കുവാനും നമ്മളെ അനുവദിക്കാത്ത ഒരു ശക്തി, ഒരു എതിർ ഫോഴ്സ്, ആ എതിർ ഫോഴ്സിനെയാണ് പിശാച് എന്ന് പറയുന്നത്. പിശാച് ഈ പുസ്തകങ്ങൾ വായിക്കാനും പഠിക്കുവാനും നമ്മളെ സമ്മതിക്കത്തില്ല. ദൈവാത്മാവ് ഉണ്ടായതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ഈ പുസ്തകം പഠിക്കുവാൻ വേണ്ടി നമ്മൾ കൂടി വന്നിരിക്കുന്നത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4 പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രമാണം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കി ഹൃദയത്തെ തടിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ ലോകത്തിന്റെ ദൈവം എന്നാണ് പിശാചിനെ പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ദൈവം ഇത് വായിക്കാതിരിക്കാനും പഠിക്കാതിരിക്കുവാനും നമ്മുടെ കണ്ണിനെ കുരുടാക്കി ഹൃദയത്തെ തടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പുസ്തകം പഠിക്കുവാൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ അതിനൊരു പ്രോത്സാഹനം തരില്ല. കാരണം പിശാച് എങ്ങനെ ഉണ്ടായി, പിശാചിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ്, അതും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിശാചിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ്, അവന്റെ അവസാനം എങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അവൻ സമ്മതിക്കത്തില്ല ഈ പുസ്തകം വായിക്കുവാനും പഠിക്കുവാനും. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കണം. അതുകൊണ്ട് ബാക്കി പുസ്തകങ്ങളൊന്നും വായിക്കേണ്ടെന്നല്ല പറയുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ വായിക്കണം, വീണ്ടും വീണ്ടും വായിക്കണം. അങ്ങനെ വായിക്കുമ്പോഴാണ് വേദപുസ്തകത്തിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നത്. ഉൽപ്പത്തി പുസ്തകം എന്തുകൊണ്ട് പഠിക്കണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ ചില കഥകളും തുടക്കവും ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ചില കഥകളും ചില തുടക്കവും ഒക്കെ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഉൽപ്പത്തി പുസ്തകം വേദപുസ്തകത്തിലെ എല്ലാ ആശയങ്ങളും ആരംഭിക്കുന്നത് ഉൽപ്പത്തിയിലാണ്. നേരത്തെ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും ആരംഭിച്ചത് ഉൽപ്പത്തിയിലാണ്. വേദപുസ്തകത്തിലെ എല്ലാ ആശയങ്ങളും തുടങ്ങിയത് ഉൽപ്പത്തിയിലാണ്. ഉൽപ്പത്തിയാണ് ഇതിന്റെ അടിസ്ഥാനം. അപ്പൊ ഈ അടിസ്ഥാനം പഠിക്കാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? വേദപുസ്തകത്തിന്റെ എല്ലാം അടിസ്ഥാനം ഉൽപ്പത്തി പുസ്തകമാണ്. അപ്പൊ അടിസ്ഥാനം ശരിയാവണ്ണം പഠിച്ചെങ്കിൽ മാത്രമേ തുടർന്നുള്ള പഠനം നമ്മളെ ശരിയാവത്തുള്ളൂ, നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഉൽപ്പത്തി പുസ്തകം പഠിച്ചു തുടങ്ങുന്നത്. പിശാചിന്റെ പ്രവർത്തനം മനസ്സിലാകാതെ എങ്ങനെയാണ് അവന്റെ അവസാനം മനസ്സിലാകുന്നത്?
അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ തുടങ്ങി, പാപത്തിന്റെ ആരംഭം എങ്ങനെയാണ്, അതിന്റെ അന്ത്യവും മനസ്സിലാക്കണം. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം നന്നായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. അതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ഒക്കെ സാരം. അതിനകത്ത് ആത്മീയ സത്യങ്ങളെല്ലാം, എല്ലാ ആത്മീയ സത്യങ്ങളുടെയും അടിത്തറ കാണുവാൻ കഴിയും. വേദപുസ്തകത്തിന്റെ അലകും പിടിയും ഉൽപ്പത്തി പുസ്തകത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. വേദപുസ്തകത്തിന്റെ അലകും പിടിയും അറിയാമല്ലോ, നെയ്ത്തുകാരന്റെ അലകും പിടിയും. വേദപുസ്തകത്തിന്റെ എല്ലാ ആത്മീയ സത്യങ്ങളും ഉൽപ്പത്തി പുസ്തകത്തിലാ തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ അലകും പിടിയും ഉൽപ്പത്തി പുസ്തകത്തിലാണ്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ, പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളുണ്ട്, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ 17 പുസ്തകങ്ങളിൽ 60-ലധികം പ്രാവശ്യം ഉൽപ്പത്തി പുസ്തകം ഉദ്ധരിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. നമ്മൾ നേരത്തെ വേദപുസ്തകത്തെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ കണ്ടതാണ്. 5, 21, 1. 5, 21, 1. പുതിയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. അതിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ സഭയുടെ ചരിത്രമാണ്. അങ്ങനെ 5 പുസ്തകങ്ങൾ. പിന്നെ 21 ലേഖനങ്ങൾ. അവസാനത്തെ വെളിപ്പാട് പുസ്തകം 1 വെളിപ്പാട് പുസ്തകം, അവസാനത്തെ 1 വെളിപ്പാട് പുസ്തകം, പ്രവചന പുസ്തകമാണ്. ഈ 27 പുസ്തകങ്ങളിൽ 60-ലധികം തവണ ഉൽപ്പത്തി പുസ്തകത്തിലെ ഉദ്ധരണികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയധികം പ്രാവശ്യം പുതിയ നിയമത്തിൽ ഈ പുസ്തകത്തിന്റെ ഉദ്ധരണികൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രാധാന്യത്തെയാ അത് സൂചിപ്പിക്കുന്നത്. 60-ലധികം കൊട്ടേഷൻസ്, ഉൽപ്പത്തി പുസ്തകത്തിലെ 60-ലധികം കൊട്ടേഷൻ പുതിയ നിയമത്തിലെ 17 പുസ്തകങ്ങൾ, 27 പുസ്തകങ്ങളുള്ളതിന്റെ അകത്ത് 17 പുസ്തകങ്ങളിൽ 60-ലധികം കൊട്ടേഷനുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം പഠിക്കണം എങ്കിലേ ബൈബിൾ മുഴുവൻ ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ. അതായത് പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് 17 പുസ്തകങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ 60-ലധികം കൊട്ടേഷനുകളുണ്ട്. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രാധാന്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, പഠിച്ചെങ്കിൽ മാത്രമേ ബൈബിൾ മുഴുവനും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ. ഒരു കാര്യം ആവർത്തിക്കുന്നു, ഉൽപ്പത്തി മാത്രം, ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരാളുടെ ഉൽപ്പത്തി മാത്രം ഇതിനകത്തില്ല, ദൈവത്തിന്റെ. നാളെ ആരെങ്കിലും നമ്മളോട് ഇത് പഠിച്ചിട്ട് ദൈവത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞാൽ ദൈവത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ഒഴിച്ച് ബാക്കി എല്ലാത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ഇതിന്റെ അർത്ഥമുണ്ട്. ദൈവം സൃഷ്ടികർത്താവാണ്. ഉൽപ്പത്തി ഇല്ലാത്തവനാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തിന്റെ ഉൽപ്പത്തി ഇതിന്റെ അകത്തില്ല.
50 അധ്യായങ്ങളുണ്ട് ഈ പുസ്തകത്തിന്റെ അകത്ത്. ആഴത്തിലിറങ്ങിയ ഒരു പഠനമാണ്. ഇതിന്റെ ചെറിയ ഇൻട്രഡക്ഷൻ മാത്രമേ ആവുന്നുള്ളൂ. സമയമെടുത്താണ് പഠിപ്പിക്കുന്നത്. ആരും ധൃതി വെക്കരുത്. ഉൽപ്പത്തി പുസ്തകം നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ ആഴത്തിലിറങ്ങിയ ഒരു പഠനത്തിലൂടെ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും ഉണ്ടാക്കിയത്, ഉളവായത് ഉൽപ്പത്തിയിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 60-ലധികം കൊട്ടേഷനുകൾ പുതിയ നിയമത്തിലെ 17 പുസ്തകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പുസ്തകം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ട ആവശ്യകതയാ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ പുസ്തകം പഠിച്ചെങ്കിൽ മാത്രമേ വേദപുസ്തകം പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും കഴിയുള്ളൂ. 50 അധ്യായങ്ങളുണ്ട് ഈ പുസ്തകത്തിനകത്ത്. 1 മുതൽ 50 വരെ 50 അധ്യായങ്ങൾ. ഈ പുസ്തകത്തിന്റെ അവസാനം, അതായത് 50-ാം അധ്യായം, തുടക്കം 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 50:26, അതായത് ഈ പുസ്തകത്തിന്റെ അവസാനം നമ്മൾ വായിക്കുന്നത് ജോസഫ് എന്ന ആളെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 26-ൽ നമ്മൾ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് വായിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം, അതായത് ജോസഫിന്റെ മരണശേഷം അവർ എന്ത് ചെയ്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജോസഫ് 110-ാം വയസ്സിൽ മരിച്ചു എന്നാണ് ഈ 50-ാം അധ്യായം 26-ൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പുസ്തകം അവസാനിച്ചിരിക്കുന്ന ദിസ് ബുക്ക് എൻഡ്സ് ഇൻ എ കോഫിൻ. ഈ പുസ്തകം അവസാനിച്ചിരിക്കുന്നത് ദിസ് ബുക്ക് എൻഡ്സ് ഇൻ എ കോഫിൻ. തുടങ്ങിയിരിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. 50-ാം അധ്യായം അവസാനിച്ചിരിക്കുന്നത് ജോസഫ് എന്ന ആളുടെ മരണത്തെ കുറിച്ചാണ്. ദിസ് ബുക്ക്, ഉൽപ്പത്തി പുസ്തകം അവസാനിച്ചിരിക്കുന്നത് ഒരു കോഫിനിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ പുസ്തകം നന്നായി തുടങ്ങി ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അവസാനിച്ചിരിക്കുന്നത് ഒരു ശവപ്പെട്ടിയിലാണ്. ദൈവത്തോടുകൂടി തുടങ്ങി അവസാനിക്കുന്നത് ശവപ്പെട്ടിയിൽ. അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ തന്നെ ഒരു ചിത്രം ഇതിനകത്തുണ്ട്. നന്നായി തുടങ്ങി, പക്ഷേ തുടങ്ങിയതെല്ലാം എവിടെ അവസാനിക്കണം? ശവപ്പെട്ടിയിൽ. അതിനുശേഷം പ്രത്യാശയെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നന്നായി തുടങ്ങി അവസാനിച്ചിരിക്കുന്ന എല്ലാം ശവപ്പെട്ടിയിലാണ്. അതിനുശേഷം പ്രത്യാശയെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ 1600 വർഷത്തെ അന്തരമുണ്ട്. 1600 വർഷത്തെ അന്തരമുണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാ. 1600 വർഷം, 40 എഴുത്തുകാർ, 66 പുസ്തകങ്ങൾ. അതാണ് വേദപുസ്തകം. എന്നൂടെ പറയാം. 1600 വർഷം, 40 എഴുത്തുകാർ, 66 പുസ്തകങ്ങളുടെ സമാഹാരം. വേദപുസ്തകത്തെ കുറിച്ച് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം: 1600 വർഷം എടുത്തു, 40 എഴുത്തുകാരുണ്ട്, 66 പുസ്തകങ്ങൾ.
ഈ 40 എഴുത്തുകാരിൽ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ എഴുതിയത് 32 എഴുത്തുകാർ, പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ എഴുതിയത് 8 എഴുത്തുകാർ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാ. ആർക്കെങ്കിലും ഇതിന്റെ നോട്ട്സ് വല്ലതും വേണമെങ്കിൽ പിന്നീട് നമ്മൾ അയച്ചു കൊടുക്കാം. അപ്പൊ 1600 വർഷമെടുത്തു ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിലുള്ള അന്തരം. BC 1500 ഉൽപ്പത്തി പുസ്തകം എഴുതിയത്. AD 100 വെളിപ്പാട് പുസ്തകവും. 1500 പ്ലസ് 100 1600 വർഷം. 1600 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു അന്തരമുണ്ട് ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ. അങ്ങനെ നോക്കിയാൽ ഒന്നാമത്തെ പുസ്തകം എഴുതിയ ആളും അവസാനത്തെ പുസ്തകം എഴുതിയ ആളും തമ്മിൽ കണ്ടിട്ടില്ല. ഈ 1600 വർഷം ഈ ഗ്യാപ്പ് അന്തരമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശെ വെളിപ്പാട് പുസ്തകം എഴുതിയ അപ്പോസ്തലനായ യോഹന്നാൻ കണ്ടിട്ടില്ല. എന്നാൽ ഈ പുസ്തകത്തിന്റെ ഒരു സവിശേഷത എന്താണ് ചോദിച്ചാൽ, ഈ പുസ്തകം ഉൽപ്പത്തിയിൽ തുടങ്ങിയത് ഉൽപ്പത്തിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിക്കുകയാണ്. ഉൽപ്പത്തിയിൽ തുടങ്ങിയതെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിക്കുകയാണ്. അപ്പൊ 1600 വർഷത്തെ ഒരു ഗ്യാപ്പ്, ഒരു അന്തരമുണ്ട് ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ. BC 1500 ഉൽപ്പത്തി പുസ്തകം, AD 100 വെളിപ്പാട് പുസ്തകം. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശെ, വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ കണ്ടിട്ടില്ല. എന്നാൽ ഈ പുസ്തകത്തിന്റെ ഒരു സവിശേഷത, ഉൽപ്പത്തിയിൽ തുടങ്ങിയതെല്ലാം വെളിപ്പാടിൽ അവസാനിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ നമുക്കറിയാം, ഇസ്രായേലിലെ 5 വലിയ പ്രവാചകന്മാരിൽ ഒരാളാണ് യെശയ്യാവ്. 12 ചെറിയ പ്രവാചകന്മാരുണ്ട്. നേരത്തെ വേദപുസ്തകത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. 5 വലിയ പ്രവാചകന്മാർ, 12 ചെറിയ പ്രവാചകന്മാർ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവാണ് കൂടി വരുത്തിയത്. അതിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക, അതിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അതാണ് ആദ്യത്തെ പുസ്തകം എഴുതിയ ആളും ഉൽപ്പത്തി പുസ്തകം എഴുതിയ ആളും അവസാനത്തെ പുസ്തകമാളും കണ്ടിട്ടില്ല എങ്കിൽ തന്നെയും ഉൽപ്പത്തിയിൽ തുടങ്ങിയതെല്ലാം വെളിപ്പാടിൽ അവസാനിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും അവന്റെ വായാണിത് കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ ഇത് കൂട്ടിവരുത്തിയത്. അതിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക, അതിലൊന്നും കാണാതിരിക്കുക ഇല്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഉൽപ്പത്തിയിൽ തുടങ്ങിയതെല്ലാം വെളിപ്പാടിൽ അവസാനിക്കുന്നു എന്ന്. നമുക്ക് ചില വചനങ്ങൾ വായിക്കാം. ഉൽപ്പത്തിയിൽ തുടങ്ങിയതെല്ലാം വെളിപ്പാടിൽ അവസാനിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ചില വചനങ്ങൾ നമുക്ക് വായിക്കാം. ഇപ്പൊ നമ്മള്
ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ആഴത്തിലിറങ്ങിയുള്ള പഠനം, ഓരോ അധ്യായങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും. അതിലേക്ക് വന്നിട്ടില്ല, സമയമെടുക്കും. തിരക്ക് പിടിച്ച് പെട്ടെന്ന് ഓടിച്ചു പോകാൻ പറ്റത്തില്ല ഈ പുസ്തകം. കാരണം ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വേദപുസ്തകം മനസ്സിലാകുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലായല്ലോ. കാരണം എല്ലാത്തിന്റെ ഉൽപ്പത്തി ഇവിടെയാണ്. എല്ലാത്തിന്റെ ഉൽപ്പത്തി ഇതൊക്കെ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് വെറും ഇൻഫർമേഷന് വേണ്ടിയല്ല, മറിച്ച് ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാണ്. ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളിലും ഒരു മാനസാന്തരം ഉണ്ടാവണം. ചുമ്മാതെ കേട്ടുകൊണ്ടായില്ല, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം. ഇൻഫർമേഷന് വേണ്ടിയല്ല, ഇത് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. സയൻസ് ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ, ഉൽപ്പത്തിയിൽ ആരംഭിച്ചതെല്ലാം വെളിപ്പാടിൽ അവസാനിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അത് മനസ്സിലാക്കുവാൻ വേണ്ടി ഒന്ന് രണ്ട് വചനങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1. എല്ലാവർക്കും അറിയാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ഈ പുസ്തകത്തിൽ എല്ലാം സൃഷ്ടിച്ചു. 1-ാം അധ്യായം 1 എല്ലാം സൃഷ്ടിച്ചു എന്ന് പറയും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടിച്ചു എന്ന വാക്കാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 4-5 വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനിയും മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. ഒന്നാമത് എഴുതിയിരിക്കുന്നത് കഴിഞ്ഞുപോയി. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് പുതുതാക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് വീണ്ടും ഉൽപ്പത്തിയിലെ പുസ്തകം വായിക്കണം. ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഇതെല്ലാം കഴിഞ്ഞുപോയി, ഞാൻ സകലവും പുതുതാക്കുന്നു. അപ്പൊ സൃഷ്ടിച്ചു, പിന്നെ പുതുതാക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ഉൽപ്പത്തിയിൽ സൃഷ്ടിച്ചു, വെളിപ്പാട് പുസ്തകത്തിൽ പുതുതാക്കുന്നു. വെളിപ്പാട് പുസ്തകം 21:1 ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അപ്പോൾ ആദ്യത്തെ ആകാശവും ഭൂമിയും പോയി. ഇപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു. നമുക്ക് ഇനിയും വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 16. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ഉണ്ടാക്കി. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും. എന്താണ് ഈ വലിപ്പമേറിയ വെളിച്ചം? വേദപുസ്തകത്തിൽ അങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. വലിപ്പമേറിയ വെളിച്ചം, സൂര്യൻ. വലിപ്പമേറിയ വെളിച്ചം എന്ന് പറഞ്ഞാൽ സൂര്യൻ. വലിപ്പം കുറഞ്ഞ വെളിച്ചം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 16. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന്
വലിപ്പം കുറഞ്ഞ വെളിച്ചമുണ്ടാക്കി. വലിപ്പമേറിയ വെളിച്ചം എന്ന് പറഞ്ഞാൽ സൂര്യൻ, വലിപ്പം കുറഞ്ഞ വെളിച്ചം വെച്ചാൽ ചന്ദ്രൻ. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ 21 അധ്യായം 23, നഗരത്തിൽ സൂര്യനും ചന്ദ്രനുമില്ല. സൂര്യൻ ഉൽപ്പത്തിയിൽ തുടങ്ങിയപ്പോൾ വെളിപ്പാടിൽ അവസാനിച്ചു. അപ്പൊ സൂര്യൻ ഉൽപ്പത്തിയിലാ തുടങ്ങിയത്. സൂര്യന്റെ ഉൽപ്പത്തിയിലുണ്ട്, അവസാനിച്ചിരിക്കുന്നത് വെളിപ്പാടില്ല. അങ്ങനെ ഉൽപ്പത്തിയിൽ തുടങ്ങി വെളിപ്പാടിൽ അവസാനിച്ച കുറെ വചനങ്ങൾ, കുറെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമയം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ബൈബിൾ പഠനം അവസാനിക്കുകയാണ്.